ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് ഫേസ് ഡിഗ്രി ലെവലിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി പഠിക്കേണ്ടത് ഡിഗ്രി മെയിൻസ് നന്നായിട്ട് സ്കോർ ചെയ്തവർക്ക് ഡിഗ്രി മെയിൻസിന് എന്തായാലും പഠിച്ചു തുടങ്ങുക. ദെൻ നമുക്ക് ജൂലൈയിൽ നമുക്ക് ഖാദി ബോർഡ് LDCയുടെ എക്സാം വരുന്നുണ്ട്. ദെൻ നമ്മുടെ മെയിൻ LDCയുടെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഇനിയിപ്പോൾ എക്സാം മോശമായവരോട് അല്ലെങ്കിൽ മോശമായിട്ട് എഴുതിയവരോട് എനിക്ക് പറയാനുള്ളത്, സാരമില്ല, ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഡെസ്പായിട്ടിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട്, നമ്മളത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ എനിക്കിത് പറ്റിയില്ലല്ലോ, എന്നെക്കൊണ്ട് ഇതിന് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കരുത്. എന്തായാലും പ്രിപ്പയർ ചെയ്യുക. എന്തായാലും നമ്മളിതിനെ ഇറങ്ങി തിരിച്ചു അല്ലേ? അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ 100% കൊടുത്തിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാനുള്ളത്. മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ആദ്യം പറയുന്നത് വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡിനെ പറ്റിയിട്ടാണ്. ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? മുഹമ്മദ് സലീമിനാണ് ഇത്തവണത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ഒരു പലസ്തീൻ വനിതയുടെ ചിത്രമാണ് പകർത്തിയിട്ടുള്ളത്. കാണുമ്പോൾ അത്യാവശ്യം നല്ല കാണുമ്പോൾ വളരെ വേദന തോന്നുന്നൊരു ചിത്രമാണ് ഇദ്ദേഹം പകർത്തിയിട്ടുള്ളത്. ഇത് കാണുമ്പോഴാണ് നമ്മളൊക്കെ എന്തുമാത്രം ഭാഗ്യവാന്മാരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ലഭിച്ചിട്ടുള്ളത് മുഹമ്മദ് സലീമിനാണ്. അടുത്തൊരു കറണ്ട് അഫെയർ നോക്കാം. സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട്സ് 2024 പട്ടികയിൽ ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന നേട്ടം ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ലഭിച്ചു. ഖത്തറിലെ ഏത് വിമാനത്താവളത്തിനാണ്? ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ്. എന്ത് പുരസ്കാരമാണ്? സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് 2024 പട്ടികയിൽ ലോകത്തെ ഏറ്റവും മികച്ച നിലവാരത്തിലുള്ള വിമാനത്താവളം എന്ന നേട്ടം ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ലഭിച്ചു. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനി ഓപ്പൺ AI ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായി പ്രഗ്യ മിശ്ര നിയമിതയായി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനി ഓപ്പൺ AI ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായി പ്രഗ്യ മിശ്ര നിയമിതയായിട്ടുണ്ട്. നാവികസേനാ മേധാവിയായി വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി നിയമിതനായി. ഇതൊന്ന് നോക്കി വെച്ചേക്കണേ. നാവികസേനാ മേധാവിയായിട്ട് വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി നിയമിതനായിട്ടുണ്ട്. അടുത്തത് ഒരു സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കറണ്ട് അഫെയർ ആണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 100 ക്യാച്ച് 100 വിക്കറ്റ് 1000 റൺസ് എന്നിവ നേടുന്ന ആദ്യ താരമായിട്ട് ആരാണ് മാറിയിട്ടുള്ളത്? രവീന്ദ്ര ജഡേജ. നോക്കി വെച്ചേക്കാം, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 100 ക്യാച്ച് 100 വിക്കറ്റ് 1000 റൺസ് എന്നിവ നേടുന്ന ആദ്യ താരമായിട്ട് ആരാണ് മാറിയിട്ടുള്ളത്? രവീന്ദ്ര ജഡേജയാണ്. ആ പേര് ഓർത്തു വെച്ചേക്കാം. അടുത്തത് ടൈം വാരിക പുറത്തിറക്കിയ 2024 ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേരുടെ പട്ടികയിൽ ലോകബാങ്ക് അധ്യക്ഷൻ അജയ് ബംഗ, ബോളിവുഡ് നടി ആലിയ ഭട്ട്, ഗുസ്തി താരം സാക്ഷി മാലിക്, മൈക്രോസോഫ്റ്റ് CEO സത്യ നാദല്ല എന്നിവർ ഭാരതീയർ ഇടം പിടിച്ചു. ആരൊക്കെയാണ് ടൈം വാരിക പുറത്തിറക്കിയ 2024 ഏറ്റവും സ്വാധീന ശക്തിയിലുള്ള 100 പേരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്? ലോകബാങ്ക് അധ്യക്ഷൻ അജയ് ബംഗ, ബോളിവുഡ് നടി ആലിയ ഭട്ട്, ഗുസ്തി താരം സാക്ഷി മാലിക് ആൻഡ് മൈക്രോസോഫ്റ്റ് CEO സത്യ നാദല്ല എന്നീ ഭാരതീയരാണ് ഇടം പിടിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ടെന്നീസ് സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ച്, ബാഴ്സലോണ വനിതാ ഫുട്ബോൾ താരം ഐറ്റാന ബോൺമാറ്റി എന്നിവർക്കാണ് ഈ വർഷത്തെ ലോറസ് പുരസ്കാരം. നോക്കി വെച്ചേക്കണേ, നല്ലൊരു ചോദ്യമാണ്. 2024 ലോറസ് പുരസ്കാരം ജേതാക്കളാണ് ആരൊക്കെ? ടെന്നീസ് സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ചും ബാഴ്സലോണ വനിതാ ഫുട്ബോൾ താരം ഐറ്റാന ബോൺമാറ്റി എന്നിവർക്കാണ് 2024 ലോറസ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ലോക ടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനാണ് നൊവാക് ജോക്കോവിച്ച്. നോക്കി വെച്ചേക്കാം, ലോക ടെന്നീസ് 1ാം റാങ്കിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനാണ് നൊവാക് ജോക്കോവിച്ച്. അടുത്തത് എയർ ഇന്ത്യയുടെ ജനപ്രിയ വിമാനങ്ങളായിരുന്ന ബോയിങ് 747 സർവീസുകൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി MP സ്നേഹലത നിയമിതനായി. കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായിട്ട് MP സ്നേഹലത നിയമിതയായി. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി ലിൻഡി കാമറൂൺ നിയമിതയായി. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായിട്ടാണ് നിയമിതയായിട്ടുള്ളത്. ആരാണ്? ലിൻഡി കാമറൂൺ നിയമിതയായിട്ടുണ്ട്. 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം പാലക്കാട് ജില്ലയിൽ നിന്ന് കണ്ടുപിടിച്ചു. എവിടെ നിന്നാണ്? 70 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതമാണ് കണ്ടെത്തിയത്. എവിടെ നിന്നാണ് കണ്ടെത്തിയത്? പാലക്കാട് ജില്ലയിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം കവിയും കഥാകൃത്തുമായ സജിത അനിലിന് ലഭിച്ചു. ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ തത്വമസി പുരസ്കാരം കവിയും കഥാകൃത്തുമായിട്ടുള്ള സജിത അനിലിന് ലഭിച്ചു. ദിവ്യപ്രഭ, കനി കുസൃതി എന്നീ മലയാളികൾ അഭിനയിച്ച ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്
കാൻ ഫിലിം ഫെസ്റ്റിവലിൽ 30 വർഷത്തിന് ശേഷം മികച്ച ചിത്രത്തിനുള്ള പാം ഡിയോർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയാണ്. അപ്പോൾ ഒരു 30 വർഷത്തിന് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സരിക്കുന്ന ഏത് പുരസ്കാരത്തിന്, പാം ഡിയോർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമ ഏതാണ്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഏതൊക്കെ മലയാളികളാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്? ദിവ്യപ്രഭ, കനിക്കുസൃതി എന്നിവരാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. 30 വർഷത്തിന് ശേഷമാണ് കേട്ടോ. ഇനി വ്യാഴത്തിന്റെ ഉപഗ്രഹമായിട്ടുള്ള യൂറോപ്പയിൽ ജീവന്റെ സാധ്യത കണ്ടെത്തുന്നതിനായി നാസ ഒക്ടോബറിൽ ക്ലിപ്പർ എന്ന പേടകം വിക്ഷേപിക്കും. അപ്പോൾ ക്ലിപ്പർ എന്നുള്ള പേടകം ആരാണ് വിക്ഷേപിക്കുന്നത്? നാസയാണ്. എന്തിനാണ്? വ്യാഴത്തിന്റെ ഉപഗ്രഹമായിട്ടുള്ള യൂറോപ്പിൽ ജീവന്റെ സാധ്യത കണ്ടെത്തുന്നതിനായിട്ടാണ് നാസ ക്ലിപ്പർ എന്ന പേടകം വിക്ഷേപിക്കുന്നത്. അടുത്തത് ഫോബ്സ് ബില്യണേഴ്സ് ലിസ്റ്റ്. ഫോബ്സിൻ്റെ ബില്യണേഴ്സ് ലിസ്റ്റിൽ 2024 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനാണ് ആര്? ബ്രോക്കറേജ് സ്ഥാപനമായിട്ടുള്ള സെറോദയുടെ സ്ഥാപകൻ. എന്താ പേര്? നിഖിൽ കാമത്ത് എന്നാണ്. 2024 ഫോബ്സ് ബില്യണേഴ്സ് ലിസ്റ്റിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനായിട്ട് വന്നത് നിഖിൽ കാമത്താണ്. ഇദ്ദേഹം സെറോദയുടെ സ്ഥാപകനാണ്. സെറോദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബ്രോക്കറേജ് സ്ഥാപനമാണ് സെറോദ, അതിൻ്റെ സ്ഥാപകനാണ്. കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ഇന്ത്യയുടെ 17-കാരൻ ഡി ഗുഗേഷ്. ഇതൊന്ന് നോക്കി വെച്ചേക്കണേ. കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ഇന്ത്യയുടെ 17-കാരൻ ഡി ഗുഗേഷ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ ടൂർണമെൻറ്റ് ജയിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഡി ഗുഗേഷ് ആണ്. അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. സംഗീത സംവിധായകൻ KG ജയൻ 90 വയസ്സായിരുന്നു. ചലച്ചിത്ര താരം മനോജ് കെ ജയൻ ഇദ്ദേഹത്തിൻ്റെ മകനാണ്. അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. എന്താ പറഞ്ഞേ? സംഗീത സംവിധായകൻ KG ജയൻ അന്തരിച്ചു. ചലച്ചിത്ര താരം മനോജ് കെ ജയൻ മകനാണ്. സംഗീത ലോകത്തെ അപൂർവ ഇരട്ടകളായിട്ടുള്ള ജയവിജയന്മാരിൽ ഒരാളാണ്. പത്മശ്രീ പുരസ്കാരം, സംഗീത നാടക അക്കാദമി അവാർഡ്, ഹരിവരാസന അവാർഡ് തുടങ്ങിയ ഒട്ടേറെ പുരസ്കാരങ്ങൾ ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ചേക്കാം. പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, ഹരിവരാസന പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? KG ജയന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് വിയോഗങ്ങളാണ്. 2 വിയോഗങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. 1974 ലോകകപ്പ് ജേതാക്കളായ ജർമ്മൻ ഫുട്ബോൾ ടീം അംഗമായിരുന്ന ബൈൻഡ് ഹോൾസൻ ബെയിൻ അന്തരിച്ചു. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് പേരൊന്ന് ഓർത്ത് വയ്ക്കാം. പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായിരുന്ന സുധീർ കക്കാറും അന്തരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് മെയ് മാസത്തിലെ ആദ്യ വാരത്തിലുള്ള നമ്മുടെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ ഒരു എക്സാം നമുക്ക് മോശമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരും ഡിപ്രസ്ഡ് ആവേണ്ട കാര്യമില്ല. വീണ്ടും എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്തുകൊണ്ടേ